ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് നല്ലൊരു ചിക്കൻ ബണ്ണാണ് കേട്ടോ ആക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നത് കുറച്ച് ഉപ്പാണ്. പിങ്ക് സോൾട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറാണ് ഇടുന്നത്, കുരുമുളക് പൊടി ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ആണ് കേട്ടോ ഇടുന്നത്. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇടുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗാർലിക് പൗഡറാണ് ഇടുന്നത്, അതും ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലിട്ടാൽ മതി കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട. അതിന് വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഇതുപോലത്തെ ഐറ്റംസിനൊക്കെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ഞാൻ പാനിലിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ അല്ല, ഒന്ന് നന്നായി കുക്കായി വരണം, അതാണ് എൻ്റെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഈ ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂ വെറൈറ്റി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് പ്രോസസ്സ് ഉണ്ട്, ഭയങ്കര എളുപ്പമെന്ന് ഞാൻ പറയില്ല, ബട്ട് തീർച്ചയായിട്ടും ഒരു വീക്കെൻഡ്സൊക്കെ നിങ്ങൾക്ക് ടൈം എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പാരലായിട്ട് കുറച്ച് സവാള അരിയുന്നുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ്ങിൻ്റെ ആവശ്യത്തിന് കുറച്ച് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ക്വാണ്ടിറ്റി വന്നിട്ട് ഉണ്ടാക്കുന്നത് കുറച്ചധികമാണ്. ഒരു 10 പീസസൊക്കെ ഉണ്ടാവും, 8 to 10 പീസസ് വലിയ ബണ്ണുണ്ടാവും. അതുകൊണ്ട് 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ബാക്കി സവാളയും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ അടച്ച് വേവിക്കുമ്പോഴേക്കും അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗവും ഈവണായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഡോ ആക്കുന്നതിന് മുമ്പേ നമുക്കതിലേക്ക് ഈസ്റ്റിൻ്റെ ഒരു മിക്സ്ചർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ്സിനും കുറവായിട്ട് ഇളം ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടണം. അപ്പോൾ നല്ല ഈസ്റ്റ് ആയിരിക്കണം കയ്യിലുള്ളത്. 1/2 കിലോയിൽ അധികമായിട്ട് മൈദ എടുക്കുന്നുണ്ട്, 600 ഗ്രാം മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റിക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1/4 ഗ്ലാസ്സിൽ കുറവ് പാലിലേക്ക് ഒരു 1 ടീസ്പൂണോളം ഷുഗറും 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇളം ചൂട് പാലെടുക്കണേ, ഒത്തിരി ചൂടും ആവാൻ പാടില്ല, തണുത്തതും ആവാൻ പാടില്ല. ഇനി നമുക്കൊന്ന് ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 ഗ്രാമിൻ്റെ കപ്പിൽ 3 പ്രാവശ്യം, അതായത് 600 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമില്ല ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്, 1 to 1.25 ടേബിൾ സ്പൂൺ. ഓക്കെ, അത്രയും ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടറാണ് ഇടുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഒറിഗാനോ ഞാൻ ഇതിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ആയതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്യുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. ഓക്കെ, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പാരലി നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിനെ ഇച്ചിരി കൂടി ക്രിസ്പിയാക്കി ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിൽ ഓവനിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കാരണം ഇത്ര കുക്കായാലും മതി. ഞാൻ ഏതായാലും കുറച്ചധികം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡോ തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് പാല് വെച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബട്ടറും ഈ നമ്മളിട്ട പഞ്ചസാരയും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇളം ചൂട് പാലിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഏകദേശം ഈ 600 ഗ്രാം മൈദയ്ക്ക് 2.25 ഗ്ലാസ് പിന്നെ പാൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, ഇളം പാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡോ നന്നായിട്ട് റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനൊരു
ഷീറ്റിൽ വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. ഞാൻ ഈ നമ്മൾ ഡോ ഉണ്ടാക്കിയ പാത്രമില്ലേ, കുഴച്ച പാത്രത്തിൽ തന്നെ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതൊന്ന് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 1.5 to 2 hours മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നന്നായി പൊങ്ങി വരും. ഇനി നമ്മുടെ ഈ ചിക്കൻ നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പൊടിക്കുന്ന ജാറിലേക്ക് ഞാൻ ഈ ചിക്കൻ പീസസൊക്കെ മാറ്റിയിട്ടുണ്ട്. ബോൺലെസ് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇതുപോലെ നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ബണ്ണിലേക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊന്ന് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ കൊത്തി അരിഞ്ഞ സവാള, അതുപോലെ ഒരു ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ബട്ടറിലും വഴറ്റാം. ഓക്കെ, അതിനകത്തേക്ക് ഇച്ചിരി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഒരു 1/2 ടീസ്പൂൺ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് പ്രോസസ്സാണെങ്കിലും ഓവറോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്യും, വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ മുന്നേ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനിലേക്കും ഇച്ചിരി ഇട്ടിട്ടുണ്ട്, ഡോയിലേക്കും ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇച്ചിരി സവാളിലേക്കും ഇടുന്നുണ്ട്. ഒത്തിരി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഞാൻ വേറെ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അത് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക. പച്ചമുളക് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഒരു ഇളം ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് ഇനി നമ്മൾ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മസാലകൾ എപ്പോൾ ഇട്ടാലും നന്നായി വഴറ്റി മസാല മൂത്ത് വരണം. അപ്പോഴേ നമ്മുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറി ആയാലും എപ്പോഴും നമ്മൾ മസാല ഇട്ടാൽ എണ്ണയിൽ ഇച്ചിരി സമയം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ടത് കുക്കായിട്ടുണ്ട്. ഇതിനകത്തേക്ക് എനിക്ക് ഇച്ചിരിയും കൂടി വേണം തോന്നി, ബിക്കോസ് നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ചധികം ഉണ്ട് ചിക്കൻ്റെ. അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു 1/4 to 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്തേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ മിൻസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. അപ്പോൾ ഡോ നമ്മൾ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ട് ആക്കി വെച്ചാൽ ഫില്ലിങ് നമ്മൾ ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പാൻ എൻ്റെ ഇച്ചിരി ചെറുതായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് വീണ്ടും ആവശ്യത്തിന് ഉപ്പ് ഇടുക. നോക്കിയിട്ട് ഇടണം. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഇച്ചിരിയും കൂടി ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാല ഇതിലൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്, കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ടാങ്കി ഫ്ലേവർ കിട്ടും, ഒരു ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ഉണ്ടാവും. ഫില്ലിങ് കുറച്ചും കൂടി ടേസ്റ്റി ആവും. ഓക്കെ, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മാവ് നോക്കാം. അപ്പോൾ ഇതാ ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതുപോലെ തന്നെ ഞാൻ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്.
ഇത് നമുക്ക് ബണ്ണിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ മൈദ കുറച്ച് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളൊന്ന് തൂവി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൈദ മാവ്. നമ്മുടെ മാവ് നന്നായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ ക്വാണ്ടിറ്റീൻ്റെ അടുത്തായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ടും നമ്മളിപ്പോൾ ആക്കുകയാണെങ്കിൽ ഒത്തിരി അധികം ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഷേപ്പാക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിനെ ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് ഞാനിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. കാരണം ഇത് ക്വാണ്ടിറ്റി ഇപ്പോൾ ഒത്തിരി കൂടുതലുണ്ട്. എനിക്ക് 2 ഭാഗമായി എടുത്തിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ കുറവാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ക്വാണ്ടിറ്റിയും ഹാഫായിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഓവൽ ഷേപ്പിലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദമാവ് തൂവി കൊടുത്തിട്ട് ഇതുപോലെ നീളത്തിലും മറ്റേ സൈഡിലേക്കും ഇങ്ങനെ ഓവൽ ഷേപ്പിലേക്കൊന്ന് പരത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും നല്ലപോലെ ഫില്ലിങ് ഉണ്ടാവണം. ഇനി നമ്മൾക്കിത് റോൾ ചെയ്തെടുക്കാം. ഒരു വശത്തുനിന്ന് ഇങ്ങനെ നല്ലതായിട്ട് 2 കൈയും വെച്ച് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ മാർക്ക് കൊടുത്തിട്ട് ഏകദേശം നിങ്ങൾക്ക് വേണ്ടത്ര വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അധികം പ്രഷർ കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മെല്ലെ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോവും. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ വാങ്ങുമ്പോൾ അറിയാലോ ബ്രെഡിനൊക്കെ നമുക്കൊരു ബ്രൗൺ കളർ ഉണ്ടാവില്ലേ, അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഗ് വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ ബ്രഷ് കൊണ്ട് തൂവി കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ എഗ് വാഷ് എന്ന് പറയുക. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ എഗ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഒരു ട്രേയിൽ സെറ്റ് ചെയ്തിട്ട് ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 18 മിനിറ്റ്സോളം ഇത് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ.